Hello friends, welcome to Resolute Academy. Let's go and start with the daily dose of vocabs. നമ്മൾ ഈ വീഡിയോയിൽ ദ ഹിന്ദു ന്യൂസ് പേപ്പറിലുള്ള ഇമ്പോർട്ടൻറ്റ് വൊക്കാബ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വൊക്കാബിൻ്റെ ആദ്യം മീനിങ് പഠിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ യൂസേജ്, എന്നിട്ട് അതിൻ്റെ സിനോണിംസ് ആൻറ്റോണിംസ്. വി വിൽ ഡിസ്കസ് എവറിത്തിങ് ദാറ്റ് ഈസ് നെസസറി ഫ്രം യുവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വേർഡ്സിനെ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ്സും എഴുതിയെടുത്തിട്ട് അതിനെ ഒന്ന് ഡെയിലി കൺസിസ്റ്റൻറ്റ് ബേസിൽ അതിനെ റിവൈസ് ചെയ്യുക. ഓക്കെ, ലോങ് ടേമിൽ അത് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. ഏതൊരു കാര്യത്തിനായാലും, ഗ്രാമർ സെക്ഷനിലായാലും, നിങ്ങളുടെ പാസേജിനായാലും, പാരാജമ്പലിനായാലും, ക്ലോസ് ടെസ്റ്റിനായാലും, എവറിവെയർ ദിസ് വൊക്കാബ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് ബാങ്ക് എക്സാമിനായാലും, എസ് എക്സാം ആയാലും, any other competitive exam, you will need this. Okay, so let's go and start with the video. Our first word, let's go and see this. Okay, the first word is gargantuan. Okay, the gargantuan എന്നല്ല പറയേണ്ടത്, gargantuan. Okay, gargantuan. Gargantuan എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂജ് ഇൻ സൈസ്, വളരെ ഇനോർമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലുപ്പമുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ ഗാർഗാൻചുവൻ എന്ന് പറയുന്നത്. ബേസിക്കലി ജൈജാന്റിക് എന്നുള്ള വാക്കിൽ നിന്നുണ്ടായ ഒരു സാധനമാണ് ഗാർഗാൻചുവൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഗാർഗാൻചുവൻ റെഫേഴ്സ് ടു സംതിങ് ഓഫ് ഇമ്മൻസ് സൈസ്, സ്കെയിൽ ഓർ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, വളരെ ഇമ്മൻസ്, വളരെ ഹ്യൂജ് സൈസ് ഉള്ളത്, സ്കെയിൽ ഉള്ളത്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വലിപ്പം കാണിക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ഗാർഗാൻചുവൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ ഒരു യൂസേജ് നോക്കിക്കഴിഞ്ഞാൽ, let's see this. The construction project aimed to build a gargantuan skyscraper that would dominate the city line. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? ഒരു വലിയൊരു സ്കൈസ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നിലവിലുള്ള ബിൽഡിംഗ്. ഓക്കെ, ശരിക്കും പൊക്കമുള്ള ബിൽഡിംഗ്, ആ അത്രയ്ക്കും വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. സോ ദാറ്റ് സിറ്റിയിൽ അത് പുറത്ത് പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ പ്രോജക്റ്റ് അവർ ഉദ്ദേശിച്ചത്. ആർ വി ക്ലിയർ വിത്ത് ദിസ്? രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, the team faced a gargantuan task of organizing the international conference with thousands of participants. അപ്പോൾ ഈ ടീമില് ഈ ഒരു thousands of participants ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഏതോ ഒരു കോൺഫറൻസിൽ. അപ്പോൾ അതിനെ എല്ലാത്തിനെയും മാനേജ് ചെയ്യേണ്ട ഒരു വലിയ ടാസ്ക് ആണ് ഈ ടീം ഫേസ് ചെയ്തിരുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ gargantuan മീൻസ് enormous in size, huge in size. Okay, now ഇതിന്റെ സിനോണിം എന്ന് പറയുന്നത് കൊളോസൽ. ഓക്കെ, അതേപോലെ മോണുമെന്റൽ. കൊളോസലും മോണുമെന്റലും സിമിലർ തന്നെയാണ്. കൊളോസൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് ബിൽഡിംഗ്, മോണുമെന്റൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ബിൽഡിംഗ്. അതിന്റെ ഓപ്പോസിറ്റ് ആന്റോണിം എന്ന് പറയുന്നത് ടൈനി. നമുക്ക് വലുതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ചെറുത്. അതേപോലെ മിനിസ്ക്യൂൾ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. സോ ഫസ്റ്റ് വേർഡ് നമ്മൾ ഗാർഗാൻചുവൻ പഠിച്ചു, എന്താണ്? ഹ്യൂജ് ഇൻ സൈസ് ഓർ സ്ട്രക്ചർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വേർഡ്. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഫ്രിറ്റേഡ്. ഫ്രിറ്റേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യമുള്ള കാര്യത്തിൽ പൈസ ചെലവാക്കുന്നത്, അല്ലെങ്കിൽ റിസോഴ്സ് ചെലവാക്കുന്നത്, അല്ലെങ്കിൽ സമയം പാഴാക്കുന്നത്. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ പൈസ ചെലവാക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സമയം ചെലവാക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഫ്രിറ്ററിംഗ് എന്ന് പറയുന്നത്, ഫ്രിറ്റേഡ് എന്ന് പറയുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്? വേസ്റ്റിംഗ് ടൈം ഓർ മണി ഓർ റിസോഴ്സ് ഫോർ അൺനെസറി തിങ്സ് ഇസ് വാട്ട് വി മീൻ ബൈ ഫ്രിറ്റേഡ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ വായിച്ച് പറയാം. ഫ്രിറ്റേഡ് മീൻസ് ടു വേസ്റ്റ് time, money or resource on trivial or unproductive activities, often in a scattered and fragmented manner. അപ്പോൾ ഒരു സിസ്റ്റം ഇല്ലാതെ, ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിൽ പൈസ ചെലവാക്കുന്നു, റിസോഴ്സ് ചെലവാക്കുന്നു, ടൈം ചെലവാക്കുന്നതിനാണ് ഫ്രിറ്റേഡ് എന്ന് പറയുന്നത്. Now when we talk about the usage, let's see this. She frittered away her weekend watching mindless TV shows instead of working on her assignments. അപ്പോൾ അവൾ എന്ത് ചെയ്ത്? അവൾക്ക് കിട്ടിയ വീക്കെൻഡിനെ മൊത്തം അവൾ എന്ത് ചെയ്ത്? വെറുതെ ഒരു ഉപയോഗമില്ലാത്ത TV സീരിയൽസും കണ്ട് അവൾ എന്ത് ചെയ്ത്? വേസ്റ്റ് ചെയ്ത്. ഓക്കെ, അവൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു? അസൈൻമെന്റ്സിന്റെ പുറത്ത് വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ അത് ചെയ്യുന്നതിന് പകരം ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അനാവശ്യമായിട്ട് TV സീരിയൽസോ TV പ്രോഗ്രാമിന്റെ പുറത്ത് വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്ത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഫ്രിറ്റേഡ്. ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. The lottery winner unfortunately frittered away his fortune on frivolous purchases rather than investing wisely. നമ്മളിത് സൊസൈറ്റിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ലോട്ടറി ജയിക്കുന്നവർക്ക്, ലോട്ടറി ജയിച്ചു കഴിഞ്ഞ ശേഷം അതുവരെ ഇല്ലാത്ത കുറെ ബന്ധുക്കളും കുറെ ഫ്രണ്ട്സും അവർക്ക് കൂടെ ചേരും. അവർക്ക് കുറെ സഹായങ്ങൾ പറയും, കുറെ പേര് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും ഇവിടെ പൈസ ഇട്ടാൽ അവിടെ പൈസ ഇട്ടാൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇയാളെ ഉള്ള എല്ലാ പൈസ എന്താണ്? സ്പെൻഡ് ചെയ്ത് കളയും. അപ്പൊ ഇവിടെ അത് തന്നെ പറയുന്നത്, കിട്ടിയ ലോട്ടറി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അനാവശ്യമായിട്ടുള്ള പർച്ചേസസ് ചെയ്ത് അയാൾ ഫ്രിറ്റേഡ് ആവുന്ന വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. അതിന് പകരം അയാൾക്ക് എന്ത് ചെയ്യായിരുന്നു? അത്യാവശ്യം നല്ല വൈസ്ലി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വലിയ ഉപയോഗം ഉണ്ടായിരുന്നു. ഓക്കെ, സോ യു ടു അണ്ടർസ്റ്റാൻഡ്, ഫ്രിറ്റേഡ് അവേ മീൻസ് വേസ്റ്റിംഗ് ടൈം, മണി ഓർ റിസോഴ്സസ് ഓൺ അൺനെസറി ആക്ടിവിറ്റീസ് ഇൻ എ സ്കാറ്റേർഡ് മാനർ. ഒരു സിസ്റ്റമും ഇല്ലാതെ വെറുതെ കളയുക എന്നുള്ളതാണ് ഫ്രിറ്റേർഡിന്റെ മീനിങ്. അതിന്റെ സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വാൻഡേർഡ് ഓർ ഡിസിപ്പേറ്റഡ്. സ്ക്വാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി, ഇപ്പൊ ഞാൻ പറയാണ്, ഹി സ്ക്വാൻഡേർഡ് ഹിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സ്ക്വാൻഡേർഡ് ഹിസ് ഓപ്പർച്യൂണിറ്റി, അവന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അവൻ കളഞ്ഞു വിളിച്ചു. ഓക്കെ, കിട്ടിയ അവസരം കളഞ്ഞു വിളിച്ചു. അതുപോലെ തന്നെ ഹി സ്ക്വാൻഡേർഡ് ഹിസ് മണി, ഹി വേസ്റ്റഡ് ഹിസ് മണി. അതുപോലെ തന്നെ ഡിസിപ്പേറ്റഡ്, ഇപ്പൊ അവന്റെ കുറെ പൈസ ഉണ്ട്. ഡിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ പൈസ എല്ലാം കളഞ്ഞു വിളിച്ചു. ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ
this particular synonyms. Okay, antonyms is നേരെ ഓപ്പോസിറ്റ്. നമ്മൾ കളഞ്ഞു കുളിക്ക് നമ്മൾ അനാവശ്യ ചെലവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? സേവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സേവ് അല്ലെങ്കിൽ പ്രിസർവ്ഡ്. Are we clear? So frittered means wasting time, money or resources on unnecessary activities. Okay, let's move on to the next word. Just a minute. ആദ്യമായിട്ട് ഡിജിറ്റൽ ബോർഡ് യൂസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. So നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാർഡിനെസ്. ടാർഡിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില ആൾക്കാർ നിങ്ങൾക്ക് അറിയാലോ, ഏതൊരു കാര്യത്തിനും സമയത്ത് വരില്ല, ഒരു കാര്യം സമയത്ത് ചെയ്യില്ല, ഒരു വല്ലാത്തൊരു ലേസി ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് ടാർഡിനെസ് എന്ന് പറയുന്നത്. ടാർഡിനെസ് refers to the quality or habit of being late or delayed, especially in terms of arrival, completion or meeting deadlines. പലർക്കും ഈ സ്വഭാവമുണ്ട്. നമ്മളൊരു 9 മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് ഇപ്പോൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 9 തൊട്ട് തുടങ്ങും ചിലർ വരാൻ, പിന്നെ 10-10:30 വരെ വന്നുകൊണ്ടിരിക്കും. സോ അതാണ് ടാർഡി ബിഹേവിയർ എന്ന് പറയുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഇത്ര ദിവസം അത് ചെയ്യണമെന്ന് പറയണം, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ പറയണമെങ്കിൽ അത് സമയത്ത് ചെയ്യാതെ വെറുതെ അനാവശ്യം ഡിലേ ചെയ്യുന്നതിനാണ് ടാർഡിനെസ് എന്ന് പറയുന്നത്. Getting my point clear? So if a person is lazy or not doing things on time, that's when we call it as tardy behavior. Getting my point? Okay. So നമുക്കൊരു യൂസേജ് നോക്കാം. The employee's constant tardiness became a concern for the management, impacting team productivity. അപ്പോൾ ഈ എംപ്ലോയി എന്താണ്? സ്ഥിരം ലേസി ആണ്, അല്ലെങ്കിൽ ലേറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥിരം വർക്ക് ഡിലേ ആക്കുന്നുണ്ട്. അതിന്റെ കാരണം മാനേജ്മെന്റ് എന്നൊരു തലവേദനയായി മാറി. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ദിസ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. സോ ഹിസ് ടാർഡിനെസ്, ഹിസ് habit of delaying things has become a concern for the manager or the management. അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ, the train experienced unexpected technical issues leading to the tardiness of its arrival at station. ഇത് നമുക്ക് ഒരു പുത്തിരിയൊന്നുമല്ലല്ലോ, നമ്മുടെ ട്രെയിൻസ് ഒന്നും ഒരിക്കലും സമയത്ത് എത്താറില്ല. ഇവിടെയും പറയുന്നത് തന്നെയാണ്, ടെക്നിക്കൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായിട്ട് ലേറ്റ് ആയി. ടാർഡിനെസ് ഇവിടെ ഉദ്ദേശിച്ചത് ഡിലേ ആയി. ഓക്കെ, സ്റ്റേഷനിൽ എത്താൻ അത് ഡിലേ ആയി. Are we clear with this? That is what we mean by tardiness. ടാർഡിനെസിന്റെ സിനോണിമാണ് ലേറ്റ്നെസ്. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, ലേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ഡിലേ ആക്കുന്നത്, അത് തന്നെയാണ് അതിന്റെ സിനോണിം. ഓക്കെ, സി അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഞാനിവിടെ രണ്ട് സിനോണിമും 2 ആന്റോണിയും വെച്ചിട്ടുണ്ട്. വേറെയും സിനോണിംസ് ആന്റോണിംസ് ഉണ്ടാവും. നിങ്ങൾ അതനുസരിച്ച് അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ച് എഫേർട്ട് ഇടണം. ഓക്കെ, ഞാനിവിടെ തരുന്നത് മാത്രം മതി എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ദിസ് ഇസ് വൺ ഓഫ് ദ ബേസ് ദാറ്റ് ഐ എം ബിൽഡിംഗ്. യു ഹാവ് ടു പുട്ട് ഇൻ യുവർ എഫേർട്സ് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ വേറെ വേർഡ്സ് നോക്കിയിട്ട്, ബിക്കോസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ചില ടൈപ്പിന്റെ വേർഡ്സ് ചില ടൈപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്സിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതെന്താണ് നിങ്ങൾ തനിയെ അത് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അത് കമന്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ അത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ പോലും യു ഹാവ് ടു മേക്ക് ദ എഫേർട്ട് ടു ഡു തിങ്സ് റൈറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇതിന്റെ ആന്റോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ച്വാലിറ്റി. നമ്മൾ ലേറ്റ് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഒരാൾ ലേറ്റ് ആവുന്നതിന്റെ ഓപ്പോസിറ്റ് പങ്ക്ച്വൽ, കറക്റ്റ് സമയത്ത് വരിക. അതുപോലെ തന്നെ പ്രോംപ്റ്റ്നെസ്. പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, പ്രോംപ്റ്റ് ആയിട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ promptness. Are we clear with this? Okay, so that's all about this particular word, tardiness. അടുത്ത വേർഡ് എന്ന് പറയുന്നത്, let's see, next word is circumambulate. Circumambulate എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്തിന് ചുറ്റി കറങ്ങിക്കൊണ്ട് നിൽക്കുക. That is what we mean by circumambulate. പ്രദക്ഷിണ ചെയ്യണം എന്ന് പറയുന്നില്ലേ, നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പ്രദക്ഷിണ ചെയ്യില്ലേ, അതിനെയാണ് circumambulate എന്ന് പറയുന്നത്. To rotate around a particular place or a thing is what we mean by circumambulate. Okay, so circumambulate means to walk or move around something, typically in a circular or revolving path. It often involves a ritualistic or symbolistic. ഇതാണ് ഞാൻ പറഞ്ഞത്, അമ്പലത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, അതാണ് ഈ circumambulate എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. Pilgrims traditionally circumambulate the sacred temple as a part of their religious practice. അപ്പോൾ പിലിഗ്രിംസ് പലപ്പോഴും അവരുടെ റിലീജിയസ് പ്രാക്ടീസിന്റെ ഒരു ഭാഗമായിട്ട് ആ സാക്രഡ് ടെമ്പിളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റും കറങ്ങുന്നുണ്ട്. അതാണ് സർക്കംബുലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ഗ്രൂപ്പ് ഡിസൈഡഡ് ടു സർക്കംബുലേറ്റ് ദ പിക്ചറസ്ക് ലേക്ക് ടു എൻജോയ് ദ സീനിക് വ്യൂസ് ഫ്രം ഓൾ ദ ആംഗിൾസ്. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ത് ചെയ്ത് ആ ഒരു പിക്ചറസ്ക് ലേക്കിന്റെ ചുറ്റും കറങ്ങി, സോ ദാറ്റ് അവർക്ക് എല്ലാ ആംഗിളിൽ നിന്നും കാര്യങ്ങൾ കാണാൻ പറ്റാൻ വേണ്ടി അവർ അങ്ങനെ ഒരു സർക്കുലേഷൻ ചെയ്ത്. ക്ലിയർ ആണോ? ഓക്കെ, ദാറ്റ്സ് വാട്ട് വി മീൻ ബൈ സർക്കംബുലേറ്റ്. ഓക്കെ, ഇനി ഇതിന്റെ സിനോണിം എന്ന് പറയുന്നത് പാരാംബുലേറ്റ് അല്ലെങ്കിൽ ആംബുലേറ്റ്. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം സർക്കംബുലേറ്റ് എന്ന് തന്നെയാണ്. ആംബുലേറ്റ് എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, രണ്ടിന്റെയും ഈ പറയുന്ന ഇത് കണ്ടോ, ആംബുലേറ്റ്. അതിൽ ആംബുലേറ്റ് ബോത്ത് ആർ മീനിങ് ദ സെയിം, ദാറ്റ് ഇസ് ടു ഹാവ് എ സർക്കുലർ പാത്ത്. ഓക്കെ, സിനോണിംസ് എന്താണ്? നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിന് പകരം എന്താണ് അതിന്റെ സിനോണിം എന്ത് വരും? സോറി, ആന്റോണിം എന്ത് വരും? ഒരു സ്ഥലത്ത് സ്റ്റേഷനറി നിൽക്കുക, ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ remaining stationary. അതാണ് ആന്റോണിം, stay in one place. Clear? So this is what we mean by circumambulate. അതിന്റെ സിനോണിംസും ആന്റോണിംസും നമ്മൾ ഡിസ്കസ് ചെയ്തു.
ഓക്കെ, നൗ ദ നെക്സ്റ്റ് വേർഡ് ഫ്രിവലസ്. ഫ്രിവലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ സീരിയസ് ആയിട്ട് എടുക്കാതെ വളരെ നിസാരമായിട്ട് കളയുന്ന ഒരു കാര്യത്തിനാണ് എന്ത് പറയുന്നത്? ഫ്രിവലസ് എന്ന് പറഞ്ഞാൽ. ഒരു ഫ്രിവലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അതിന്റെ ഡെപ്തിലോട്ട് പോകുന്നില്ല. ചിലരുടെ ബിഹേവിയർ അങ്ങനെയാണ്. ദേ ഡോണ്ട് ഹാവ് ഇൻ ഡെപ്ത് ഇമോഷൻ ഓർ ഇൻ ഡെപ്ത് കണക്ഷൻ വിത്ത് പീപ്പിൾ ആൻഡ് ദേ ആക്ട് ഫ്രിവലസ്ലി. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമുക്കൊരു ടച്ചിങ് ഫീൽ, ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. അതാണ് ഫ്രിവലസ് ബിഹേവിയർ. ഓക്കെ, സോ ഫ്രിവലസ് ഡിസ്ക്രൈബ് സംതിങ് ദാറ്റ് ഇസ് നോട്ട് സീരിയസ്, lacks depth, or is characterized by a lack of importance. It often conveys a sense of being light-hearted or trivial. ഓക്കെ, വളരെ നിസ്സാരമായിട്ട് കണക്കാക്കുന്ന ഒരു ബിഹേവിയറിനാണ് ഫ്രിവലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്? സംതിങ് ദാറ്റ് a person is not person or something, someone is not taking someone seriously or not putting into that kind of an effort or not going into the depth of that particular thing, that is what we mean by frivolous. ഒരു പറമേ ഉള്ള ഒരു behavior, that is frivolous. Okay, so usage നോക്കാം. The meeting was meant to discuss important matters, but some participants introduced frivolous topics that derailed the conversation. അപ്പോൾ ഈ മീറ്റിംഗ് എന്തിനു വേണ്ടിയാണ് ഓർഗനൈസ് ചെയ്തത്? ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഓർഗനൈസ് ചെയ്തത്. എന്നാൽ അതിൽ ചിലവന്മാർ കയറി എന്നിട്ട് എന്ത് ചെയ്ത്? വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഉപയോഗമില്ലാത്ത, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ കയറി സംസാരിച്ച മീറ്റിംഗിന്റെ മൊത്തം ഇറലവൻസ് നശിപ്പിച്ച്. ഗെറ്റിംഗ് മൈ പോയിന്റ്? ഇതാണ് ഫ്രിവലസ്. നമ്മൾ പലപ്പോഴും കാണാറില്ലേ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പോലും ഒരു 70% സ്റ്റുഡൻസ് 70-80% സ്റ്റുഡൻസ് വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അതിനിടയ്ക്ക് ചിലർ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, എന്തെങ്കിലും ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞ് ക്ലാസ്സിനെ ഡീറെയിൽ ചെയ്യും, ട്രാക്ക് ഔട്ട്. അപ്പോൾ ഫാക്കൽറ്റിയുടെ ഒരു ഫോക്കസ് ലോസ് ആവും, മൊത്തം ക്ലാസ്സിന്റെ ഫോക്കസ് ലോസ് ആവും. അതാണ് ഫ്രിവലസ് ബിഹേവിയർ. ബിക്കോസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം an important topic is being discussed and this person is bringing in some topic which is not at all relevant. That is what we mean by a frivolous kind of attitude. He is not serious about that studies. That is what happens. Are we clear? Okay, അടുത്തെന്ന് പറയുന്നത്, she was criticized for her frivolous spending on luxury items rather than saving on future needs. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യായിരുന്നു? ലക്ഷറി ഐറ്റംസിന് വെറുതെ അനാവശ്യമായിട്ട് സ്പെൻഡിങ് നടത്തുമായിരുന്നു. അതിനുവേണ്ടി അവളെ ക്രിട്ടിസൈസ് ചെയ്യായിരുന്നു. അവൾ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടി ഒന്നും മാറ്റി വെക്കുന്നില്ല. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി she was spending money. That is what we mean by frivolous behavior. That is, she was not serious about what she is doing. She did not have any insight into the future that she should save this money. Okay, അങ്ങനെ വെറുതെ അനാവശ്യ പൈസ ചിലവായിക്കൊണ്ടിരുന്നത്. അപ്പോൾ വളരെ കെയർലെസ് ആയിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ സിനോണിം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മാറ്റർ. ഓക്കെ, ചെറുതായിട്ട് കണക്കാക്കുന്ന സൂപ്പർഫിഷ്യൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു റിലേഷൻഷിപ്പിലായാലും പോലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരാൾക്ക് വളരെയധികം ആത്മാർത്ഥത ഉണ്ടാകും, ഒരാൾക്ക് എന്താണ് ഒരു തരത്തിലുള്ള ആത്മാർത്ഥത ഉണ്ടാവില്ല, വെറുതെ സംസാരത്തിൽ മാത്രമേ ആത്മാർത്ഥത, അല്ലെങ്കിൽ ചാറ്റിങ്ങിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ കമ്മ്യൂണിക്കേഷന്, ബാക്കിയെല്ലാം പുറമേ എന്നുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ആൾ ആദ്യത്തെ സ്കൂട്ടാവും. അപ്പോൾ അതാണ് ഫ്രിവലസ് ബിഹേവിയർ, അതാണ് സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഷോയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഡെപ്ത് ഇല്ലാത്ത ഒരു കണക്ഷൻ, അതാണ് ഫ്രിവലസ്. ഓക്കെ, അത് പലർക്കും അനുഭവം ഉണ്ടാവും. ഓക്കെ, എനിവേസ്, ആന്റോണിംസ് എന്ന് എന്താണ്? നമ്മൾ സീരിയസ് അല്ലാത്തതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സീരിയസ്നെസ്. ഡെഫിനറ്റ്ലി. ഓക്കെ, സീരിയസ്നെസ്. അതേപോലെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ചിന്തയില്ലാതെ അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഇല്ലാതെ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി തോട്ട്ഫുൾ എന്ന് എന്താണ്? ആലോചിച്ച് പറക്കി ഒരു ഫീൽ ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് തോട്ട്ഫുൾ. ഓക്കെ, സോ അതാണ് അതിൻ്റെ ആന്റോണിം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ച് വേർഡ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 5 വേർഡ്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടക്ട് ഇൻ ദ സെൻസ് ടെസ്റ്റ് സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. നിങ്ങൾ ആ ടെസ്റ്റ്, ഈ വേർഡ്സ് ഒന്ന് പഠിക്കുക, അതിന്റെ സിനോണിം ആന്റോണിംസ് ഗോ ത്രൂ ചെയ്യുക, ആൻഡ് യു ഹാവ് ടു ഗോ ആൻഡ് അറ്റംപ്റ്റ് ദ ടെസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ റിട്ടേണിംഗ് സ്കിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു എൻതൂസിയാസം ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ സിൻസിയർലി കാണണം എന്നൊരു മനസ്സിലൊരു ഇതും ഉണ്ടാവും. സോ പ്ലീസ് മേക്ക് ഷുവർ വാച്ച് ദ വീഡിയോ കംപ്ലീറ്റ്ലി, അതിന്റെ സിനോണിംസ് ആന്റോണിംസ് ഒന്ന് പഠിക്കുക, എന്നിട്ട് വേറെ ഒന്നും റെഫർ ചെയ്യാതെ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. സിൻസിയറായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ല ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ സിൻസിയറായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ട്രൈ ടു ഗെറ്റ് ദ റിസൾട്ട്സ്. എന്നിട്ട് മിസ്റ്റേക്സ് ഉള്ളതിനെ വീണ്ടും പഠിക്കുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഒരു വീക്ക് കഴിയുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ടെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേണിംഗ് കപ്പാസിറ്റി എങ്ങനെ? അപ്പോൾ പതുക്കെ ഡെയിലി 5 എണ്ണം വെച്ച് 5 റിവൈസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ലോങ് ടേമിൽ അതൊരു വലിയ കളക്ഷൻ ആവും വൊക്കാബിന്റെ. ഓക്കെ, ഒരു 3-4 മന്ത്സ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു ദിവസം 5 വേർഡ്സ്, ഒരു മാസം ആകുമ്പോൾ 30 ദിവസം ആകുമ്പോൾ 150 വേർഡ്സ്, 4 മാസം ആകുമ്പോൾ എത്രയായി? 600 വേർഡ്സ്. ആൻഡ് ഈ 600 വേർഡ്സ് നിങ്ങൾ ഡെയിലി ബേസിസിൽ റിവൈസ് ചെയ്താൽ വലിയ ബേർഡൻ തോന്നില്ല. പക്ഷെ 600 വേർഡ് ഒത്തിരുന്ന് വായിച്ചു നോക്ക്, പറ്റില്ല. ഒത്തിരുന്ന് പഠിക്കാൻ പറ്റില്ല, കുത്തിരുന്ന് പഠിച്ചാൽ നടക്കില്ല. 5 എണ്ണം വെച്ച് ഡെയിലി റിവൈസ് ചെയ്യുമ്പോൾ ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതൊരു കാര്യം ചെറിയ ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ട് ലോങ് ടേമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഈസി തിങ്. അല്ല ഡയറക്ട്ലി ഇത്ര വലിയ മല കയറണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഓരോ സ്റ്റെപ്പായിട്ടാണ് മല കയറുന്നത്. ആദ്യം ഒരു സ്റ്റെപ്പിനെ മാത്രം ചിന്തിച്ചാൽ മതി. എനിക്ക് ഡയറക്റ്റ്ലി അങ്ങ് മുകളിൽ എത്ര ചിന്തിച്ചാൽ അപ്പോൾ തന്നെ ടയർഡ് ഫീലിംഗ് ആവും, അപ്പോൾ തന്നെ മടുത്തിട്ട് പോകും. സോ എനിക്ക് ഇന്ന് 5 വേർഡ് പഠിക്കണം,
നാളെ 5 വേർഡ് പഠിക്കുമ്പോൾ ഈ വേർഡ് റിവൈസ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. അത്രയും മാത്രമാണ് ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെലവെന്റ് ആവുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു enthusiasm ബിൽഡപ്പ് ആവുന്നത്. സോ പ്ലീസ് മേക്ക് ഷുവർ ബി ആക്റ്റീവ്ലി പ്രസന്റ് ഇൻ ദ വീഡിയോ. ആൻഡ് താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.